ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12 ചാപ്റ്റർ 3 ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ പാർട്ട് 5 വീഡിയോ ആണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ മുമ്പത്തെ വീഡിയോ വരെ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി, കോൾറാഷസ് ലോൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിസോസിയേറ്റ് എത്ര കൊണ്ട് ചെയ്യണു എന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അത് നോക്കാം. So, the molar conductance of a weak electrolyte depends upon the degree of dissociation. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് നമ്മളെടുത്തു. ആ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനാണ്. എത്ര കൊണ്ട് ഡിസോസിയേറ്റ് ചെയ്തെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അത് ഡിപ്പെൻഡ് ചെയ്യണു എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതാണ് മെയിൻ പോയിൻറ്റ്. The greater the degree of dissociation, greater will be the molar conductance. അതായത് നമ്മുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്റ്റൻസും എന്തുണ്ടാവുന്നുണ്ട്, കൂടുന്നുണ്ട്. ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ആവുന്നു, നമുക്ക് ടോട്ടൽ ഉള്ളതിൽ എത്ര മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ആവുന്നു, ആ ഒരു ഫ്രാക്ഷനെയാണ് എന്ത് പറയുന്നത്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. സോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് ദി ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷനെ കാണിക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 0 to 1 ആയിരിക്കും അല്ലേ റേഞ്ച്. 0 to 1 ആണ് അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസോസിയേഷൻ നടന്നു, അതായത് എല്ലാതും അയോൺസ് ആയിട്ട് കൺവേർട്ടഡ് ആയി. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോസിയേഷൻ തീരെ നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ the increase in molar conductance with increase in dilution for any electrolyte is mainly due to the increase in dissociation. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഡൈല്യൂട്ട് ആക്കും തോറും, അതായത് എന്താണ്, സോൾവെൻറ്റിൻ്റെ കണ്ടൻറ്റ് കൂട്ടി സൊല്യൂട്ടിൻ്റെ കണ്ടൻറ്റ് കുറച്ച് വരും തോറും മോളാർ കണ്ടക്റ്റൻസ് കൂടി വരുമെന്ന് അല്ലേ. മോളാർ കണ്ടക്റ്റൻസ് കൂടി വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഡൈല്യൂഷൻ കൂട്ടുന്നതിനനുസരിച്ച്. അത് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനാണ്. നമ്മൾ എന്താണ് ഡൈല്യൂഷൻ കൂട്ടും തോറും എന്തുണ്ടാവുന്നത്, ഡിസോസിയേറ്റ് ചെയ്യാനുള്ള ആ അളവ്, ഡിസോസിയേറ്റിൻ്റെ ആ ഒരു ഡിഗ്രി, അപ്പോൾ അത് കൂടി വരികയാണ് അല്ലേ. ഒന്ന് ആലോചിക്കാം, ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബട്ട് സ്റ്റിൽ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ഒരു സൊല്യൂഷൻ എടുത്തേ, ഇത് ഒരു ബീക്കർ എടുത്തു. ഈ ബീക്കറിലൊരു സൊല്യൂഷൻ ഉണ്ട്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആയിക്കോട്ടെ. വെള്ളം എടുത്തു. വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണോ, സോൾട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊല്യൂട്ട് ആര NaCl-ഉം നമ്മുടെ സൊല്യൂഷൻ ഏതാ, വാട്ടറും ആണല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് എമൗണ്ട് ഓഫ് സോൾട്ട് ഉണ്ടായിരുന്നു, വാട്ടർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഇതിലേക്ക് എന്താണ് ആഡ് ചെയ്യുന്നത്, വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആരുടെ അളവാണ് കൂടുതൽ, വാട്ടറിൻ്റെ അളവാണ് കൂടുതൽ. വീണ്ടും നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്, അപ്പോൾ ആരുടെ അളവാണ് കൂടി വരുന്നത്, വാട്ടറിൻ്റെ അളവാണ് കൂടി വരുന്നത്. അപ്പോൾ അങ്ങനെ സോൾവെൻറ്റിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്തും കൂടി സാമിൽറ്റേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്, സൊല്യൂട്ടിൻ്റെ അളവ് കുറയുന്നുണ്ട് അല്ലേ. അപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈല്യൂഷൻ കൂടാന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കുറഞ്ഞ് വരികയാണ്. അപ്പോൾ അവർ ഈ സൊല്യൂട്ടുകൾ തമ്മിൽ അയോൺസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. ഓക്കെ, അയോൺസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. അപ്പോൾ ഡിസോസിയേഷൻ എന്താണ്, കൂടി വരികയാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് വരും, കണ്ടക്റ്റൻസും കൂടില്ലേ. അയോൺസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലാണല്ലോ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുക. അപ്പോൾ കണ്ടക്റ്റൻസും കൂടി വരും. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ എന്താ പറയുക, ഡൈല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്റ്റൻസ് കൂടുന്നു എന്ന് പറയുന്നത്. കാരണം ഡൈല്യൂഷൻ കൂടുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. ഇനി അറ്റ് 0 കോൺസെൻട്രേഷൻ ഓർ അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ മോളാർ കണ്ടക്റ്റൻസ് ഇസ് മാക്സിമം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ജസ്റ്റ് നമ്മൾക്കൊന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. 0 കോൺസെൻട്രേഷനും ഇൻഫിനിറ്റ് ഡൈല്യൂഷനും ഈക്വൽ ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. ഇത്രയധികം എൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. കോൺസെൻട്രേഷൻ 0 ആവുന്നതും ഡൈല്യൂഷൻ ഇൻഫിനിറ്റ് ആവുന്നതും ഈക്വലായിട്ടുള്ള പ്രോസസ്സാണ്. കാരണം രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഒരെണ്ണം കൂടിയാൽ കോൺസെൻട്രേഷൻ കൂടാന്നതിൻ്റെ അർത്ഥം ഡൈല്യൂഷൻ കുറയാമെന്നാണ്. ഓക്കെ, അപ്പം 0 കോൺസെൻട്രേഷനിലായാലും ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലായാലും നമ്മുടെ മോളാർ കണ്ടക്റ്റൻസ് മാക്സിമം ആയിരിക്കും. കാരണം എന്താ, ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുതലാണ്. അതായത് ഡിസോസിയേറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് ഏറ്റവും മാക്സിമമാണ് ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ. സോ അതുകൊണ്ടാണ് മോളാർ കണ്ടക്റ്റൻസ് ആ ഒരു കണ്ടീഷനിൽ മാക്സിമം ആവുന്നത്. അതിൻ്റെ റീസൺ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബിക്കോസ് ദ ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ആ ഒരു ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ എന്തുണ്ട്, ഡിസോസിയേഷൻ, ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഡിസോസിയേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തുണ്ടാവും, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് യൂണിറ്റി. 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ. Thus the molar conductance at 0 concentration represents a contribution of the ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് കാണണ്ടാവില്ല അല്ലേ. Thus the molar conductance at 0 concentration represents the contribution of the fully ionized electrolyte, and the molar conductance at any other concentration represents a contribution of partially dissociated one. അതായത് ഒരു 0 കോൺസെൻട്രേഷനിലുള്ള ഒരു സംഭവത്തിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ആ ഫുള്ളി അയണൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. കാരണം എന്താ, 0 കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഡൈല്യൂഷനാണ്. ആ സമയത്ത് ഫുള്ളി അയണൈസ്ഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ് നമുക്ക് 0 കോൺസെൻട്രേഷനിൽ അവരെ മോളാർ കണ്ടക്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാം. എന്നാൽ ഒരു ബാക്കി ഏത് കോൺസെൻട്രേഷനും, ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ല, 0 കോൺസെൻട്രേഷൻ അല്ല, ബാക്കി ഏതൊരു കോൺസെൻട്രേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അറ്റ് എനി അതർ കോൺസെൻട്രേഷൻ ദ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ഇസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ദറ്റ് പെർട്ടിക്കുലർ ഇലക്ട്രോലൈറ്റ്സ് പാർഷ്യലി ഡിസോസിയേറ്റഡ് വൺ. അതായത് 0 കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ മാത്രമേ ഫുള്ളി അയണൈസ്ഡ് ആവുന്നുള്ളൂ. സോ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും നമുക്ക് ആ സമയത്ത് കാണാം മോളാർ കണ്ടക്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ബാക്കിയുള്ള എല്ലാ അവസ്ഥയിലും അതെന്താണ്, പാർഷ്യലി ഡിസോസിയേറ്റഡേ ആവുന്നുള്ളൂ, ഫുള്ളി അത് ഡിസോസിയേറ്റഡ് ആവുന്നില്ല. അതിൻ്റെ കോൺട്രിബ്യൂഷനാണ് ബാക്കിയുള്ള കോൺസെൻട്രേഷനിൽ നമുക്ക് മോളാർ കണ്ടക്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അത്രയൊക്കെ ഇങ്ങോട്ട് ചിന്തിക്കാനുള്ളൂ, ഒന്നുമില്ല. ഇനി ഹെൻസ് ദ റേഷ്യോ ഓഫ് ലാംഡ മോളാർ അറ്റ് എനി കോൺസെൻട്രേഷൻ ടു ദ ലാംഡ മോളാർ അറ്റ് 0 കോൺസെൻട്രേഷൻ വിൽ ഗിവ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറ്റ് ദാറ്റ് കോൺസെൻട്രേഷൻ. അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാണാനുള്ള ഇക്വേഷനാണ് ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ എം റേസ് ടു സി ബൈ ലാംഡ എം റേസ് ടു 0. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽഫ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നതാണ് ആൽഫ. ഓക്കെ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആൽഫ. ആൻഡ് ആ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടേംസിൽ മോളാർ കണ്ടക്റ്റൻസിൻ്റെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷനിലുള്ള ഒരു മോളാർ കണ്ടക്റ്റൻസ് ഡിവൈഡഡ് ബൈ 0 കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്റ്റൻസ്. നമുക്ക് എന്തായിട്ട് എടുക്കാം, ഈ 0 കോൺസെൻട്രേഷനിലുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്റ്റാൻഡേർഡിന് എപ്പോഴും നമ്മൾ ഡിനോമിനേറ്ററിലാണല്ലോ വയ്ക്കുക, ആൻഡ് ദാറ്റ് വിൽ ബി ഓൾവേസ് ഹയർ, റൈറ്റ്? സോ ലാംഡ മോളാർ കോൺസെൻട്രേഷൻ അറ്റ് എനി കോൺസെൻട്രേഷൻ ടു ദ റേഷ്യോ ഓഫ് ലാംഡ മോളാർ 0 കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ ആൽഫ എന്ന് പറഞ്ഞാൽ, അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. ആദ്യം എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. When a metal is placed in a solution capable of furnishing its own ion, they develop a potential which is known as electrode potential. അതായത് ഒരു മെറ്റൽ നമ്മൾ സൊല്യൂഷനിൽ വെച്ചു, അപ്പോൾ അവർക്ക് അവരെ തന്നെ അയോൺ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അങ്ങനെ എന്തുണ്ടാവും, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലേ, കറണ്ട് ഫ്ലോ നടക്കും, പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മളവിടെ നേരത്തെ എന്താണ് നമ്മുടെ ഗാൽവാനിക് സെൽ എടുത്തു. ആ ഗാൽവാനിക് സെല്ലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, അതിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൊല്യൂഷൻ എന്തായിരുന്നു, 1 മോളാർ ZnSO4 ആ ഇലക്ട്രോഡ് എടുക്കുക, ആനോഡ് എടുക്കുക. അപ്പം അവിടെ 1 മോളാർ ZnSO4ലാണ് നമ്മൾ സിങ്ക് ഇലക്ട്രോഡിനെ കൊണ്ട് വെച്ചത് അല്ലേ. അപ്പോൾ ആ സിങ്ക് ഒരു സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അയോൺസായിട്ട് മാറാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലേ, മാറാൻ പറ്റുന്നുണ്ട്. സോ അവിടെ എന്തുണ്ടാവും, അപ്പോൾ അങ്ങനെ അയോൺസായി കൺവേർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. സോ അതിനെയാണ് എന്താ പറയുക, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. When a metal is placed in a solution capable of furnishing its own ion, they develop a potential known as the electrode potential. അപ്പോൾ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള റിയാക്ഷൻസ് എന്തൊക്കെയായിരിക്കും എന്നാണ് പറയുന്നത്. ഒന്ന് നമ്മുടെ ഓക്സിഡേഷൻ ആവാം, അതായത് മെറ്റൽ ഗിവിങ് മെറ്റൽ അയോൺ ബൈ റിലീസിങ് ദി ഇലക്ട്രോൺസ്. അല്ലെങ്കിൽ പിന്നെ എന്താവാം, അയോൺസ് ആയിട്ടുള്ളത് ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് മെറ്റലാവാം. അതായത് ഇത് ഓക്സിഡേഷൻ റിയാക്ഷനാണ്,
ആൻഡ് ദിസ് ഈസ് റിഡക്ഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ, ഇത് രണ്ടുമാണ് അവിടെ നടക്കാവുന്ന പോസിബിൾ റിയാക്ഷൻസ്. അപ്പം ഇഫ് ദ ടെൻഡൻസി ഈസ് ഫോർ ഓക്സിഡേഷനാണ് ടെൻഡൻസി എങ്കിൽ അതിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഇനി ഇഫ് ദ ടെൻഡൻസി ഈസ് ഫോർ റിഡക്ഷൻ, അതിനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഓക്സിഡൈസ് ചെയ്യാനാണ്, അതായത് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനാണ് ഒരു ഇലക്ട്രോഡിന് ടെൻഡൻസി എങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യലിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അഥവാ ഒരു ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് വരുന്നതെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. ഇനി ബോത്ത് ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസസ് സെയിം വാല്യൂ ബട്ട് ഓപ്പോസിറ്റ് സൈൻ. എന്താണ്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലായാലും റിഡക്ഷൻ പൊട്ടൻഷ്യലിനായാലും സെയിം വാല്യൂ ആണ് ഉണ്ടാവുക, പക്ഷേ സൈൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഓക്സിഡേഷനാണ് പോസിറ്റീവ് എങ്കിൽ റിഡക്ഷന് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദി ഇലക്ട്രോഡ് വിച്ച് ഹാസ് മാക്സിമം ടെൻഡൻസി ഫോർ ഓക്സിഡേഷൻ പോസസ് എ ഹൈ വാല്യൂ ഫോർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ലോ വാല്യൂ ഫോർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതായത് ഓക്സിഡേഷന് മാക്സിമം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇലക്ട്രോഡ് ഏതാണോ അതിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ, റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ അപ്പോൾ സ്വാഭാവികമായിട്ടും കുറയും. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന എൻ്റെ PDF-ലായിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ആർ എക്സ്പ്രസ്ഡ് ഓൾവേസ് ഇൻ ടേംസ് ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, മറക്കരുത്. നമ്മളെപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിലും, അതായത് ഈ സെൽ എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണെങ്കിലും നമ്മളെപ്പോഴും അതിനെ റിഡക്ഷൻ്റെ ബേസിസിലാണ് എഴുതുക. ആൻഡ് ഫോർ സെൽ റിയാക്ഷൻസ് ടു ബി സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സെൽ റിയാക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ EMF ഓഫ് ദ സെൽ ഷുഡ് ബി പോസിറ്റീവ് ആയിരിക്കണം EMF. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ കാഥോഡ് സൈഡ് എന്ന് പറയുന്നത് പോസിറ്റീവാണ് ആൻഡ് ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡാണ്. അപ്പം പോസിറ്റീവ് നമ്മളെപ്പോഴും എന്താ പറയുക, പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ സംതിങ് മൈനസ് അനദർ തിങ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ എന്നിട്ട് നമുക്ക് കാണുമ്പോൾ നമ്മൾ പറഞ്ഞു EMF സെൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവാൻ വേണ്ടിയിട്ട് EMF നമുക്ക് പോസിറ്റീവ് വേണം എന്ന് പറഞ്ഞു. സോ അങ്ങനെ പോസിറ്റീവ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കാഥോഡ് മൈനസ് ഓഫ് ആനോഡ് എന്ന് പറയണം. അതായത് ഈ സെൽ കാണാൻ വേണ്ടിയിട്ട് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് വേണം ചെയ്യാൻ. കാരണം എന്താ? കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് മൈനസ് ഈ ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, നെഗറ്റീവ് വരും. അപ്പോൾ ഈ മൈനസ് പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആവും. അതായത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ വാല്യൂ വെച്ചിട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 വിചാരിക്കുക, ഇവിടെ 1 വിചാരിക്കാം. അപ്പം എന്താണ്, നമ്മൾ ഈ സെല്ല് കാണാമെന്ന് വിചാരിക്കും. അപ്പോൾ കാഥോഡിലുള്ള വാല്യൂ എത്ര? 2, പോസിറ്റീവ് ആണല്ലോ. മൈനസ് ഇവിടെ ആനോഡിലുള്ളത് നെഗറ്റീവ് വാല്യൂ ആണ്, നെഗറ്റീവ് -1 ആണ്. അപ്പോൾ -1 എന്ന് ഇട്ട് കൊടുത്തു. സോ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2 - -1 എന്ന് പറഞ്ഞാൽ 2 + 1 എന്ന് വരും, 3 വരും അല്ലേ? EMF പോസിറ്റീവായി. അങ്ങനെ പോസിറ്റീവ് ആയാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആ സെൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് സ്പോണ്ടേനിയസ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? ഈ സെല്ല് കാണുമ്പം ഇങ്ങനെ കാണുന്നത്. ഓക്കെ, ഈ സെൽ അത് സ്റ്റാൻഡേർഡിനെയാണ് ഈ (0) കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നാണ്, അല്ലെങ്കിൽ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. ഓക്കെ, ജനറൽ കേസിൽ. ഇനി നമുക്ക് കുറച്ച് ഇലക്ട്രോഡുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാം? അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഷീ ഇലക്ട്രോഡ് എടുക്കാം. ഓക്കെ, ഷീ ഇലക്ട്രോഡ് എടുക്കാം ആദ്യം. അപ്പോൾ അതിലെന്തുണ്ട്? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കണ്ടെയ്നർ ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം വയർ which is sealed in a glass tube containing platinum foil at one end, coated with finely divided platinum. It is playground where oxidation of or reduction takes place. അതായത് ഷീയിൽ ഒരു പ്ലാറ്റിനം വയർ ഉണ്ട്. പറഞ്ഞുതരാം. ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പ്ലാറ്റിനം വയർ ഉണ്ട്. ആ പ്ലാറ്റിനം വയർ സീൽ ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ട്യൂബിലാണ്. ആ ഗ്ലാസ് ട്യൂബിൽ എന്തുണ്ട്? ഒരു പ്ലാറ്റിനം ഫോയിലുണ്ട്. ഒരു എൻഡിൽ പ്ലാറ്റിനം ഫോയിലുണ്ട്. അതിനെ കോട്ട് ചെയ്തിട്ട് ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള പ്ലാറ്റിനം ഉണ്ട്. അപ്പം ഷീയിൽ മെയിനായിട്ടുള്ളത് ഒരു പ്ലാറ്റിനം വയറാണ്. അതിനെങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ പ്ലാറ്റിനം വയറുണ്ട്. ഓക്കെ, അത് സീൽ ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഒരു ഗ്ലാസ് ട്യൂബിലാണ്. ഇങ്ങനെ ഒരു ഗ്ലാസ് ട്യൂബിലാണ് അത്
സീൽ ചെയ്തിരിക്കുന്നത് ഈ പ്ലാറ്റിനം വയറിനെ. അപ്പം ഈ പ്ലാറ്റിനം വയറിൻ്റെ ഒരു എൻഡിലായിട്ട് പ്ലാറ്റിനം ഫോയിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് പ്ലാറ്റിനം ഫോയിൽ. പ്ലാറ്റിനം വയറിൻ്റെ ഒരു എൻഡിലായിട്ട് പ്ലാറ്റിനം ഫോയിൽ ഇതുണ്ട്. അതിനെ കവർ ചെയ്തിട്ട് ഒരു ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള പ്ലാറ്റിനം ഉണ്ട്. ഇതാണ് ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം. ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള പ്ലാറ്റിനം ഇതാണ്. ഓക്കെ, ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള പ്ലാറ്റിനം ഇതാണ് പ്ലാറ്റിനം വയർ. ആൻഡ് ഇതാണ് എന്ത് പറഞ്ഞാൽ ആ ഗ്ലാസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്ലാറ്റിനം വയർ ഉള്ളത്. ആ പ്ലാറ്റിനം വയറിൻ്റെ ഒരു എൻഡിലായിട്ട് ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള പ്ലാറ്റിനം വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു പ്ലാറ്റിനം ഫോയിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എന്ത് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഓക്സിഡേഷൻ റിഡക്ഷനൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമ്മളൊരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യാണ്. അതാ, ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് 1 molar HCl capable of giving 1 molar H+ ion. H2 gas at 1 bar pressure is bubbled through the solution. അതായത് നമ്മളിതിനെ എന്തിൽ വെക്കുകയാണ്? ഒരു സൊല്യൂഷനിൽ വെക്കുകയാണ്. ഇതൊക്കെ ഒന്ന് മായ്ച്ച് കളയട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു സൊല്യൂഷനിൽ വെക്കുകയാണ്. ഓക്കെ, ഇതിനെ നമ്മളൊരു സൊല്യൂഷനിൽ വെക്കുകയാണ്. ആ സൊല്യൂഷൻ എന്താണ്? 1 molar HCl ആണ്. അപ്പോൾ 1 molar HCl സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകണം. 1 molar HCl സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിനു വെച്ചേക്കുന്നത്? ഇപ്പോൾ നമ്മുടെ പ്ലാറ്റിനം വയറിനൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 1 molar HClന് എന്ത് കഴിവുണ്ട്? H+ അയോൺസിനെ റിലീസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തുണ്ട്? ഈ സൊല്യൂഷനിലേക്കൂടെ ഹൈഡ്രജൻ ഗ്യാസ് 1 bar പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസിനെ ഈ സൊല്യൂഷൻ്റെ ഉള്ളിലേക്ക് ബബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ 1 bar പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസിനെ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വഴി കൊടുത്തു. അപ്പോൾ 1 bar പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഈ സൊല്യൂഷനിലേക്കൂടെ ബബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷീ ക്യാൻ ആക്ട് ബോത്ത് ആസ് എൻ ആനോഡ് ആൻഡ് എ കാഥോഡ്. അപ്പോൾ ഷീക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ഷീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ. അതിന് കാഥോഡായിട്ടും ആനോഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. ആനോഡായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷൻ ഓക്സിഡേഷൻ ആയിരിക്കും. ആൻഡ് കാഥോഡായിട്ട് ആക്ട് ചെയ്യാനാണെങ്കിൽ ആ റിയാക്ഷൻ റിഡക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഷീൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആയിട്ടാണ് എടുക്കുക. അതൊരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അതിന് ആനോഡായിട്ടും കാഥോഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അതിനൊരു റെഫറൻസ് ആയിട്ടാണ് എടുക്കുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇതിൻ്റെ 0 ആണ്. അപ്പം ഷീൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. ഓക്കെ, അതിനൊരു ആനോഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. ആനോഡാണെങ്കിൽ ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളത് ഓക്സിഡേഷൻ ആകുമ്പോൾ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യണമല്ലോ. അപ്പോൾ ഹൈഡ്രജന് എന്താവും? H+ ആവും, ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യുകയും ചെയ്യും അല്ലേ? ആണല്ലോ. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു H+ന് നമുക്ക് പ്രാധാന്യം കൊടുത്ത് അയോണിന് 1 molar 1 mol എന്നുള്ള രീതിയിലാക്കാം. ഓക്കെ, അപ്പോൾ ഹാഫ് H2 ഗിവിങ് H++ 1 ഇലക്ട്രോൺ വരും. അപ്പോൾ അതിനെ നമ്മൾ സെൽ റെപ്രസെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? സെൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ ആനോഡിലുള്ളത് അപ്പം ഹൈഡ്രജൻ ആണ് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ പ്ലാറ്റിനം, ലൈക്ക് അവിടെ യൂസ് ചെയ്യുന്നത് ഈ പ്ലാറ്റിനം ഉണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹൈഡ്രജൻ പ്ലാറ്റിനം ബാർ അതിൻ്റെ അയോൺ H+, അത് 1 molar ആണ്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ വേണ്ടി വരും. ഓക്കെ, സോ H2, പ്ലാറ്റിനം ബാർ H+ 1 molar. ഇത് ഇതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇത് ആനോഡായിട്ട് ആക്ട് ചെയ്യാനാണെങ്കിൽ, ഓക്കെ, ആനോഡായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്സിഡേഷൻ നടക്കും. H2 എന്തായി മാറും? H+ഉം ഇലക്ട്രോൺ റിലീസ് ചെയ്യും. അപ്പോൾ ഹാഫ് H2 ഗിവിങ് H++ ഇലക്ട്രോൺ എന്നാവും. അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ആരായി മാറി? H2 H+ ആയി മാറി. അപ്പോൾ H2, പ്ലാറ്റിനം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ H2, പ്ലാറ്റിനം ബാർ H+, അത് എത്ര മോളാറാണ്? 1 molar. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മളുടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ കാഥോഡാണെങ്കിൽ ബ്ലാക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടല്ലേ? അപ്പം ഞാൻ ബ്ലൂ കൊണ്ടുവരുന്നത്.
അപ്പം കാഥോഡാണെങ്കിൽ പ്രോസസ്സ് എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആരാണ്? അയോണാണ് നമ്മുടെ മെറ്റലായിട്ട് വരും. ഓക്കെ, അപ്പോൾ H+ അല്ലേ? H+ ഇലക്ട്രോണിനെ വാങ്ങും, എന്നിട്ട് എന്തായി മാറും? H2 ആവും. ഓക്കെ, അപ്പോൾ ½ H2. അപ്പം H++ ഇലക്ട്രോൺ ഗീവിങ് ½ H2 എന്നായി. സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരും? ആരായി മാറി? H+ എത്രയായിരുന്നു? 1 മോളാർ ആയിരുന്നു. അത് ബാർ H2. ഓക്കെ, പ്ലാറ്റിനം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ. കാഥോഡിൻ്റെ സെൽ റെപ്രസെൻറ്റേഷനും റിയാക്ഷനുമാണ് ഇവിടെയുള്ള. ആനോഡ് അതായത് ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷനും റിയാക്ഷനുമാണ് ഷീൻ്റെ ഇവിടെ എഴുതിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ. ഇവിടെയുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ് കേട്ടോ. ഇത് തന്നെയാണ് ഞാനിപ്പോൾ ലെഫ്റ്റിൽ കാണിച്ചേക്കുന്നത്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് C is taken as 0. ദിസ് ഇസ് എ മസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു സിങ്ക് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്ത് നോക്കാം. എന്തിൻ്റെയാണ്? സിങ്ക് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ? നമ്മൾ സിങ്ക് ഇലക്ട്രോഡിനെ ഇപ്പോൾ കണക്ട് ചെയ്യിപ്പിക്കുന്നത് കോപ്പറായിട്ടല്ല, ഇത് നമ്മുടെ ഗാൽവാനിക് സെല്ലല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിങ്ക് ഇലക്ട്രോഡിനെ ഷീ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഷീ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 2 ബീക്കർ എടുക്കാം. 2 ബീക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷീ ആണ് കേട്ടോ ഇത്. ഷീൻ്റെ സെറ്റപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഷീൻ്റെ സെറ്റപ്പാണ്. ഷീക്ക് എന്തുണ്ട്? ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലായിട്ട് പ്ലാറ്റിനം വയറുണ്ട്. അതിൻ്റെ ഒരു എൻഡിലായിട്ട് പ്ലാറ്റിനം കോട്ടഡ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു സിങ്ക് ഇലക്ട്രോഡ് ഉണ്ട്. ഓക്കെ, സോ അതിനെ എക്സ്റ്റേണലി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. ഇൻ കേസ് ഇത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിലാണ് ഞാൻ വീണ്ടും ഇതിൻ്റെ മേലേക്കൂടെ വരയ്ക്കുന്നത് കേട്ടോ. അപ്പം എക്സ്റ്റേണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. ആൻഡ് ഇൻറ്റേർണലി കണക്റ്റഡ് നമുക്ക് എന്തുണ്ട്? ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, ഇൻറ്റേർണലി കണക്റ്റഡ് സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. അതെന്തിനാണ്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ എൻട്രിയും കൂടി കൊടുക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഇതിൽ കൂടെ എൻറ്റർ ചെയ്യുന്നുണ്ട്. മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആനോഡ് വരുന്നത്. ആൻഡ് ഷീ നമ്മളെപ്പോഴും സിങ്കിനെ ആനോഡായിട്ടാണല്ലോ കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താ, സിങ്ക് ആനോഡായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഷീ എന്താണ്? കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഷീ എന്തായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? കാഥോഡ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇവരുടെ EMF കാണാൻ വേണ്ടിയിട്ട് E0 സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത് എന്താ? ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്നാണ് അല്ലേ? ഓക്കെ, നോക്കുക. E0 സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് ആണ്. E0 ലെഫ്റ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ സെല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.76 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 0.76 വോൾട്ട്. ഈ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.76 വോൾട്ട് എന്നാണ്. അപ്പോൾ 0.76 വോൾട്ട് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? റൈറ്റിൽ ആരാണുള്ളത്? ഷീ ആണല്ലേ. ഷീ കാഥോഡായിട്ട് ആക്ട് ചെയ്യുമ്പം എന്താണ് അതിൻ്റെ ഇക്വേഷൻ വരിക? ഞാൻ സൈഡിൽ ഒരു എഴുതി തരാം. അപ്പോൾ ഷീ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? കാഥോഡായിട്ട്. അപ്പോൾ റിഡക്ഷനാണ് നടക്കുക. അപ്പോൾ നമ്മൾ എന്താണ് റിയാക്ഷൻ എന്തായിരുന്നു? H2 അല്ല, H++ ഇലക്ട്രോൺ വാങ്ങിയിട്ട് ½ H2 ആവണം. അത് നമ്മുടെ റിയാക്ഷൻ. സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? H+ 1 മോളാർ ബാർ H2, പ്ലാറ്റിനം അല്ലേ? ഇതാണ് സെൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര മതി. ഷോർട്ടാക്കിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ താഴെ എഴുതാൻ വേണ്ടിയിട്ട് H+ ബാർ H2 മതി. അപ്പം എന്ത് വരും? E0 റൈറ്റ് സൈഡിൽ E0 H+ ബാർ H. അത് E0 എഴുതിയതിൻ്റെ താഴെ വേണം കേട്ടോ എഴുതാൻ. H+ ബാർ H2. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ EMFൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അത് മൈനസ് ലെഫ്റ്റിലുള്ള ആരാ? സിങ്കാണ്. സിങ്കിൽ എന്താണ് നടക്കുന്നത്? സിങ്കിൽ ഓക്സിഡേഷനാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ സിങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്ന കാരണം എങ്ങനെ ഇക്വേഷൻ വരാം? Zn gives Zn2 + 2 ഇലക്ട്രോൺ എന്നാണ് വരിക. റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് സെല്ലിൻ്റെ? Zn ബാർ
Zn2 പ്ലസ് ആരായി മാറി. ഓക്കെ, സോ അതാണ് ഈ താഴെയും വരാം. E0 Zn2 പ്ലസ് ബാർ Zn എന്ന് വരും. അപ്പോൾ 0.76 ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഷീ സെൽ എന്ന് പറയുന്നത് ബി ഇട്ട് ആനോഡ് ഓർ കാഥോഡ് നമ്മൾ 0 ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ 0 മൈനസ് E0 ഓഫ് Zn2 പ്ലസ് ബാർ Zn. അപ്പോൾ എന്ത് കിട്ടും? ഈ Zn2 പ്ലസ് ബാർ Zn ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ -0.76 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ക്ലിയർ ആയോ? അങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുക. സോ ഇവിടെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് സിങ്ക് ഇലക്ട്രോഡ് ഇസ് ഓക്സിഡേഷൻ. അപ്പോൾ നെഗറ്റീവ് സൈനിനോട് ഉദ്ദേശിക്കുന്നത് ഓക്സിഡേഷനാണ് നടക്കുന്നതെന്നാണ്. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡിനാണ് EMF കണ്ടപ്പോൾ എന്ത് വന്നത്? നെഗറ്റീവ് സൈൻ വന്നത്. അപ്പോൾ അത് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലായിരിക്കും ഹൈ ആൻഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലായിരിക്കും ലോ. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എത്ര വരിക? +0.76 വോൾട്ടും റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.76 വോൾട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ കോപ്പർ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേ സെറ്റപ്പ് പോലെ തന്നെ നമ്മളിപ്പം കോപ്പർ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? കാഥോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലേ? കോപ്പറിന് അപ്പോൾ ഒരു ബീക്കർ വെച്ചു, അതിൻ്റെ ഉള്ളിൽ 1 മോളാർ CuSO4 സൊല്യൂഷൻ എടുത്തു. ഇത് നമ്മുടെ കോപ്പർ ഇലക്ട്രോഡ് അതിൽ ഡിപ്പ് ചെയ്തു. ഇപ്പുറത്തായിട്ട് നമ്മൾ നമ്മുടെ ഷീനെ കൊണ്ടുവച്ചു. ഓക്കെ, ഇതിൽ കൂടെയാണ് കേട്ടോ ഹൈഡ്രജൻ കിടക്കുന്നത്. ഇവിടെ നമ്മൾ ഷീനെ കൊണ്ടുവച്ചു, അതിൻ്റെ ഗ്ലാസ് ട്യൂബ് ആൻഡ് ഇത് അതിൻ്റെ ഒരു എൻഡിലുള്ള പ്ലാറ്റിനം വയർ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് എക്സ്റ്റേണലി ടു എ വോൾട്ട് മീറ്റർ. ഓക്കെ, ആൻഡ് ഇൻറ്റേർണലി വയ സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? ഇപ്പോൾ ഇവിടെ കോപ്പർ എവിടെയാണ്? കാഥോഡിലാണ്. ആൻഡ് ഷീ എവിടെയാണ്? ആനോഡിലാണ്. ഷീ ആനോഡിലാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ നോക്കാം. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ ഇസ് ഈക്വൽ ടു E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്. എപ്പോഴും ഓർമ്മ വരുന്നതാണ് ഈ സെൽ ഇസ് ഈക്വൽ ടു E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്. അപ്പോൾ ഈ സെല്ല് 0.34 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 0.34 ഇസ് ഈക്വൽ ടു ഈ റൈറ്റിൽ ആരാളുള്ളത്? CU ആണുള്ളത്. അവിടെ എന്താണ് നടക്കുന്നത്? റിഡക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ എന്താണ്? Cu2 +2 ഇലക്ട്രോൺ റിയാക്ഷൻ ഇതാണ് ഗിവ്സ് Cu അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരായി മാറി? Cu2 പ്ലസ് ബാർ Cu ആയിട്ട് മാറി ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ E0 സെൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് ഇവിടെ എന്താണ് നടക്കുന്നത്? ഷീൻ്റെ ഭാഗത്ത് റിഡക്ഷനാണ് നടക്കുന്നത്. അതായത് എഴുതുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ എഴുതാണ് കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ എന്താവുന്നുണ്ട്? ഓക്സിഡേഷനാണ്. ആനോഡിൽ ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ H+ അയോണും ഒരു ഇലക്ട്രോണിനെയും വാങ്ങുന്നുണ്ട്. അപ്പോൾ H2 ബാർ H+ എന്ന് വരും. അപ്പോൾ E0 H+ ബാർ H2 എന്ന് വരും. ഇനി 0.34 ഇസ് ഈക്വൽ ടു ഇതിൻ്റെ നമുക്ക് വാല്യൂ അറിയാം 0 ആണ്. ഇതിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആരുടെ? ഈ E0 Cu2 പ്ലസ് ബാർ Cu ഉണ്ട്. അപ്പോൾ E0 Cu2 പ്ലസ് ബാർ Cu നമുക്ക് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.34 എന്ന് കിട്ടും. അത് പോസിറ്റീവ് വാല്യൂ ആണ്. ആ പോസിറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പ്രോസസ്സ് റിഡക്ഷനാണ് അണ്ടർഗോ ചെയ്തിരിക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പം പോസിറ്റീവ് വാല്യൂ കിട്ടുക റിഡക്ഷനും നെഗറ്റീവ് വാല്യൂ E0 സെല്ലിന് കിട്ടിക്കഴിഞ്ഞാൽ E0 ദാറ്റ് പെർട്ടിക്കുലർ ഇലക്ട്രോഡിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോഡ് എടുത്തു. അതിൻ്റെ E0 പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം റിഡക്ഷനാണ് അത് അണ്ടർഗോ ചെയ്തത്. നെഗറ്റീവ് ആണെങ്കിൽ ഓക്സിഡേഷനാണ്. ക്ലിയർ ആയോ? ഇത്രയാണ് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്ത് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അത് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് നോക്കാം. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് റെസിസ്റ്റിവിറ്റി ഇസ് കോൾഡ് ദി ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അതായത് ഒരു ഓരോ എലമെൻറ്റുകൾ എടുത്തു, കുറേ എലമെൻറ്റുകൾ എടുത്തു, അവരെ നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്ത് വരുന്ന ഓർഡറിലോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്ത് വരുന്ന ഓർഡറിലോ അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്ത് വരുന്ന ഓർഡറിലോ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു തരത്തിലുള്ളൊരു അറേഞ്ച്മെൻറ്റിനെയാണ് എന്ത് പറയുക? ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ലിഥിയം നമ്മളിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. അത് -3.05 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നെഗറ്റീവ് ആണെങ്കിൽ ഓക്സിഡേഷൻ. ആൻഡ് ഇവിടെ ഫ്ലൂറിൻ എടുത്തപ്പോൾ അതിന് +2.87 ആണ്. സോ ദാറ്റ് വിൽ ബി റിഡക്ഷൻ.
ഇനി നമുക്കിതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഞാൻ നോട്ടൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ, അതിൻ്റെ PDF. സോ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് വി ക്യാൻ പ്രെഡിക്റ്റ് ദ മോസ്റ്റ് പവർഫുൾ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണെന്നും റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണെന്നും മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഫോർ എക്സാമ്പിൾ ലിഥിയം എടുക്കുകയാണെങ്കിൽ വിത്ത് ലീസ്റ്റ് വാല്യൂ ഫോർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹാസ് മാക്സിമം ടെൻഡൻസി ഫോർ ഓക്സിഡേഷൻ. അതായത് ലിഥിയത്തിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞപ്പോൾ -3.05 ആണ് അല്ലേ. അപ്പോൾ റിഡ്യൂസിങ് പൊട്ടൻഷ്യൽ അതിന് നെഗറ്റീവ് ആയതുകൊണ്ട് അത് ഓക്സിഡേഷനാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലും ഓക്സിഡേഷനിലുള്ള ടെൻഡൻസി കൂടുതലും റെഡ്യൂസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഏറ്റവും കുറവാണ് ആണല്ലോ. അത് റെഡ്യൂസ് ചെയ്യില്ല, പക്ഷേ ബാക്കിയുള്ളവർ റെഡ്യൂസ് ചെയ്യിപ്പിക്കും. സോ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു റെഡ്യൂസിങ് ഏജൻ്റാണ് ആര്? നമ്മുടെ ലിഥിയം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ലിഥിയം റെഡ്യൂസ് ആവില്ല, പക്ഷേ ബാക്കിയുള്ളവരെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര മിടുക്കനാണ്. ലിഥിയത്തിന് ഇഷ്ടം ഓക്സിഡൈസ്ഡ് ആവാനാണ്, അയോൺസിനെ കളയാനാണ്. പക്ഷേ അത് ബാക്കിയുള്ളവർ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരെ എന്ത് ചെയ്യിപ്പിക്കും? റെഡ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പോൾ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു റെഡ്യൂസിങ് ഏജൻ്റാണ് ആര് പറഞ്ഞാൽ ലിഥിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലൂറിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഫ്ലൂറിൻ എടുത്തു. ഈ ഫ്ലൂറിൻ്റെ വാല്യൂ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് +2.87 ആണ് കിട്ടിയത് അല്ലേ. 2.87 ആണ് കിട്ടിയത്. അപ്പോൾ അത് പോസിറ്റീവ് വാല്യൂ ആയ കാരണം നമുക്ക് എന്ത് മനസ്സിലായത്? റിഡക്ഷനാണ് അണ്ടർഗോ ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് അത് സ്വയം റെഡ്യൂസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഹൈ ആണ്, ആൻഡ് അതിന് റിഡക്ഷനാണ് മാക്സിമം ടെൻഡൻസി ഉള്ളത്. പക്ഷേ ബാക്കിയുള്ളവരുടെ കേസിൽ നോക്കുമ്പോൾ അതൊരു പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻ്റാണ്. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്ര മനസ്സിലാക്കുക. അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഏതൊരു എലമെൻറ്റ് തന്നാലും. പോസിറ്റീവ് ആണെങ്കിൽ അത് റിഡക്ഷൻ ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ഓക്സിഡേഷൻ ആയിരിക്കും അണ്ടർഗോ ചെയ്യാം ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ്. അപ്പോൾ ഇവർ അണ്ടർഗോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഏജൻ്റ് ആയിരിക്കും ഇവർ. അതായത് ഇപ്പോൾ ലിഥിയത്തിൻ്റെ കേസിൽ അത് നെഗറ്റീവാണ് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വന്നത്. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്? അത് ഓക്സിഡൈസ്ഡ് ആണ് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ളവർക്ക് അതൊരു റെഡ്യൂസിങ് ഏജൻ്റാണ്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണം. അതുപോലെ തന്നെ ഫ്ലൂറിൻ പോസിറ്റീവ് വാല്യൂ ആണ് വന്നത്, അപ്പോൾ അത് റിഡക്ഷനാണ് അണ്ടർഗോ ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ളവർക്ക് അതൊരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഇപ്പോൾ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻ്റാണ് ഫ്ലൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്: ദ മെറ്റൽ വിച്ച് ഇസ് മോർ electropositive ion displays another metal which is less electronegative from their solution. അതായത് ഒരു മെറ്റൽ അത് കൂടുതൽ അതിൻ്റെ സൊല്യൂഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷനിൽ നിന്ന് കൂടുതൽ ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള ആരാണോ, മെറ്റൽ ഏതാണോ, അതായിരിക്കും ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആളെ ഡിസ്പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇലക്ട്രോപോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ E0 റിഡക്ഷൻ വാല്യൂ കുറവുള്ളത്. ഓക്കെ, E0 റിഡക്ഷൻ വാല്യൂ കുറവുള്ള ആളാണ് ഇലക്ട്രോപോസിറ്റീവ്, ആൻഡ് E0 റിഡക്ഷൻ വാല്യൂ കൂടുതലുള്ള ആളാണ് ലെസ് ഇലക്ട്രോപോസിറ്റീവ്. ഒരെണ്ണം മനസ്സിലാക്കുക. കൂടുതൽ ഇലക്ട്രോപോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 റിഡക്ഷൻ വാല്യൂ കുറവ്. അപ്പോൾ ഇലക്ട്രോപോസിറ്റീവ് കൂടുതൽ ആരാണോ ആ മെറ്റലിനായിരിക്കും അതിൻ്റെ അയോണിനെ മറ്റേ അയോണിൽ നിന്ന് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു 2 സൊല്യൂഷൻ എടുത്തു അല്ലേ. അതിൽ സിങ്ക് ഇലക്ട്രോഡും ഉണ്ടായിരുന്നു, കോപ്പർ ഇലക്ട്രോഡും ഉണ്ടായിരുന്നു. സിങ്കും ഉണ്ടായിരുന്നു, കോപ്പറും ഉണ്ടായിരുന്നു. സിങ്കിൻ്റെ വാല്യൂ നോക്കിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? സിങ്കിൻ്റെ നമുക്ക് -0.76ഉം ആൻഡ് കോപ്പറിന് നമുക്ക് 0.34 അല്ല കിട്ടിയത് അല്ലേ? ഇത്രയല്ല കിട്ടിയത്. അപ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ് കൂടുതൽ. അതായത് അവർ ഇലക്ട്രോപോസിറ്റീവാണ്. ഓക്കെ, അവർക്ക് E0 റിഡക്ഷൻ എന്ന് പറയുന്നത് കുറവാണ് അല്ലേ. ലൈക്ക് -0.76 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓക്സിഡേഷൻ കപ്പാസിറ്റിയാണ് കൂടുതൽ.
ആണല്ലോ. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കുറവാണല്ലോ, അതാണ് E0 റിഡക്ഷൻ കുറവ് എന്ന് പറയുന്നത്. ഈ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും കൂടുതൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ സിങ്കിൻ്റെ കേസാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ സിങ്കിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലും റിഡക്ഷൻ പൊട്ടൻഷ്യലും കുറവാണ്, കാരണം അത് ഓക്സിഡേഷനാണ് അണ്ടർഗോ ചെയ്യുന്നത്. അപ്പോൾ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആളെയാണ് നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയുക. ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആളെയാണ് നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയുക. അപ്പോൾ സിങ്ക് എന്താണ്, ഇലക്ട്രോ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ സിങ്കിന് കോപ്പറിൻ്റെ ഇത് നമ്മൾ പറഞ്ഞില്ല, ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് CuSO4 ആണ്. അപ്പോൾ CuSO4 സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് കളയാനുള്ള എബിലിറ്റി ആർക്കുണ്ട്, സിങ്കിനുണ്ട്. പക്ഷേ നേരെ ഉൾട്ട നടക്കില്ല. അതായത് കോപ്പറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സിങ്ക് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കളയാൻ പറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആരാണ് കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് അവർക്കാണ് മറ്റേ ആൾ അയാളുടെ സൊല്യൂഷനിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നത്. സിയുവിന് CuSO4ൻ്റെ സൊല്യൂഷൻ എടുത്ത് കളയാൻ ആർക്ക് പറ്റുന്നുണ്ട്, സിങ്കിന് പറ്റുന്നുണ്ട്. കാരണം എന്താ, സിങ്ക് കമ്പയർഡ് ടു കോപ്പർ ഇറ്റ് ഈസ് മോർ ഇലക്ട്രോ പോസിറ്റീവ്. അപ്പോൾ ആരാണോ കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് അയാൾക്ക് മറ്റേ ആളുടെ സൊല്യൂഷനിൽ നിന്ന് എടുത്ത് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ക്ലിയറായി വിചാരിക്കുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ പോയിൻ്റാണ്, എ മെറ്റൽ വിച്ച് ഇസ് മോർ ഇലക്ട്രോ പോസിറ്റീവ് ക്യാൻ ഡിസ്പ്ലേസ് H+ ഫ്രം ആസിഡ്സ്. അതായത് കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആസിഡ്സ് നിന്ന് H+നെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0-നേക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ അത് ഇലക്ട്രോ പോസിറ്റീവ് ആണല്ലോ. സോ ഇറ്റ്സ് റെഡ്യൂസ്ഡ് ഫോം വിൽ ബി മോർ സ്റ്റേബിൾ ദാൻ ഹൈഡ്രജൻ ഗ്യാസ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, കാരണം ഹൈഡ്രജൻ ഗ്യാസിനെക്കാട്ടും കുറച്ചും കൂടി സ്റ്റേബിളായിരിക്കും അതിൻ്റെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫോം. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്ക് അവരുടെ തന്നെ ആസിഡ്സിൽ നിന്ന് H+നെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഓഫ് ഫ്ലൂറിൻ്റെ കേസിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്, മാക്സിമം ആണ്, അറിയാലോ. അപ്പോൾ അതെന്താവും, ഈസിലി റെഡ്യൂസ്ഡ് ആവും ഫ്ലൂറൈഡ് അയോണായിട്ട്. അത് ഈ ഫ്ലൂറൈഡ് അയൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു വീക്ക് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഇഫ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എൻ ഇലക്ട്രോഡ് ഇസ് ലെസ് ദാൻ 0. ഇപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0-നേക്കാളും താഴെ ആണെങ്കിൽ ഹൈഡ്രജൻ ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ ദാൻ ഇറ്റ്സ് റെഡ്യൂസ്ഡ് ഫോം. സോ ബൈ നോയിങ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് 2 ഇലക്ട്രോഡ്സ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ സെൽ പൊട്ടൻഷ്യൽ. Okay, by knowing the electrode potential of 2 electrodes we can calculate the cell potential. അതായത് നാലാമത്തെ പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ ഫ്ലൂറിൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഫ്ലൂറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാക്സിമം ആണെന്ന് മനസ്സിലായി. അതായത് അത് എളുപ്പം ഫ്ലൂറൈഡ് അയോണായിട്ട് റെഡ്യൂസ്ഡ് ആവുന്നു. പക്ഷെ അതൊരു വീക്ക് റെഡ്യൂസിങ് ഏജൻ്റ് അല്ലേ. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷനാണ് അത് അണ്ടർഗോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റാണ് ആൻഡ് വീക്കായിട്ടുള്ളൊരു റെഡ്യൂസിങ് ഏജൻ്റാണ് ആണല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലൂറിൻ ആയിട്ടുള്ള ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0-നേക്കാട്ടും കുറവാണ്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആയിരിക്കും കുറച്ചും കൂടിയും അങ്ങനെ ഹൈഡ്രജനായിട്ട് തന്നെ നിൽക്കുകയായിരിക്കും നല്ലത്. ഹൈഡ്രജനാണ് കുറച്ചും കൂടിയും സ്റ്റേബിൾ. സോ എന്ത് ചെയ്യാം, ഒരു 2 ഇലക്ട്രോഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, സെൽ പൊട്ടൻഷ്യൽ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. E0 സെൽ എന്ന് പറയുന്നത് E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ്. അതായത് ഇപ്പോൾ നമ്മളെടുത്ത് 2 ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ E0 കാഥോഡിലുള്ളത് Cu2+Cu, ആനോഡുള്ളത് Zn2+Zn. സോ Cu2+Cu എന്ന് പറഞ്ഞാൽ 0.34 മൈനസ് ഓഫ് സിങ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ -0.76 ആയിരുന്നു. ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആവും, ഇത് മൈനസും പ്ലസ് ആവും. അങ്ങനെ 0.34 പ്ലസ് 0.76 പറഞ്ഞു കഴിഞ്ഞാൽ 1.1 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് വാല്യൂ കിട്ടും. പോസിറ്റീവ് വാല്യൂ കിട്ടണം നമുക്ക് സ്പോണ്ടേനിയസ് ആവണം റിയാക്ഷൻ. സോ അതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഒന്ന്, നമുക്ക് മോസ്റ്റ് പവർഫുൾ ഓക്സിഡൈസിങ്ങും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റും മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളാരാണോ അയാൾക്ക് മറ്റേ ആളുടെ സൊല്യൂഷനിൽ നിന്ന് മറ്റേ ആളുടെ അയോണിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം, ഈ കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളാരാണോ അയാൾക്ക് അയാളുടെ ആസിഡ്സിൽ നിന്ന് H+നെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. നാലാമത്തെ കാര്യം, ഫ്ലൂറിൻ പോലത്തെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാക്സിമം ആയിട്ടുള്ള ഒരാൾക്ക് റെഡ്യൂസിങ് ഏജൻ്റ് ആവുന്നത് കുറച്ച് വീക്കർ ആയിട്ടുള്ള കാര്യമായിരിക്കും. സോ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0-നേക്കാട്ടും
ഒരു ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0-നേക്കാളും കുറവാണെങ്കിൽ H2 ആയിരിക്കും മോർ സ്റ്റേബിൾ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 2 ഇലക്ട്രോഡ്സിൻ്റെ അറിയുകയാണെങ്കിൽ നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആപ്ലിക്കേഷൻസിൽ പഠിച്ചത്.